125 സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പറയുകയാണ്, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഈ പദം പറയുമ്പോൾ മലയാളികളാകുന്ന നമുക്കത് ശ്രേഷ്ഠമായി മനസ്സിലാക്കാം. കാരണം എന്താണ്? സഹ്യപർവ്വതം കൊണ്ട് അതിരിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലേക്ക് ശത്രുക്കൾക്ക് കടന്നു വരുവാൻ കഴിയാതെ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ പർവ്വതം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ചരിത്രം, അത് നമുക്കറിയാം. ഇതേ ഭൂപടത്തിൻ്റെ ഒരു മാതൃകയാണ് ഇസ്രയേലിലും ഉള്ളത്. ഈ വചനം വ്യക്തമാക്കുന്നു, ഇങ്ങനെ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനതയെ ദൈവത്തിൻ്റെ മുകളിൽ നിന്നുള്ള സംരക്ഷണം കൂടെ ശ്രേഷ്ഠമായിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവപൈതലേ, നീ കടന്നു പോകുന്ന വഴിയാത്രയിൽ നിന്റെ ചുറ്റിനും കർത്താവ് ശ്രേഷ്ഠമായി ആതിരിട്ട് നിന്നെ കാത്തു പരിപാലിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. നീ ഒരു പട്ടണത്തിൽ പാർത്താൽ, ഒരു ദേശത്തേക്ക് നീ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ തലമുറകൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെല്ലാം നാം കടന്നു പോകുന്നു, അവിടെയെല്ലാം യാക്കോബിന്റെ ദൈവം നിനക്ക് സഹായകനായി ഇറങ്ങി വരുമെന്ന് വചനം ശക്തമായി വിളിച്ചു പറയുന്നു. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ പ്രവാചകൻ ഇതാ വിളിച്ചു പറയുകയാണ്, മതിലില്ലാതെ തുറന്നു കിടക്കുമ്പോൾ ഞാൻ അവർക്ക് തീമതിലായി ഇറങ്ങി നിൽക്കുമെന്ന്. പ്രിയരെ, ഇത്രയും വലിയ സംരക്ഷണം തരുന്ന ഇതുപോലൊരു ദൈവത്തെ പോലെ വേറെ ആരുണ്ട്? അങ്ങനെയെങ്കിൽ നിനക്ക് ആരും സംരക്ഷണം ചെയ്യാനില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്റെ തലമുറകൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആരും അവരെ കരുതാനില്ല എന്ന് പറയാതെ എൻ്റെ ദൈവം ശ്രേഷ്ഠമായി കരുതിക്കൊള്ളും എന്നുള്ള ഉറപ്പിനകത്ത് മുമ്പോട്ട് യാത്ര ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്തിനു ഭാരപ്പെടണം? ആ ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ച് നീ മുമ്പോട്ട് ചുവടുവെക്ക്. കർത്താവ് അത്ഭുതങ്ങളെ സാധ്യമാക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.